നേരത്തെ നമ്മുടെ ഇൻട്രൊഡക്ടറി നോട്ടിൽ പറഞ്ഞ പോലെ പ്രവാസികൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഇതാണ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്. അപ്പം അതിന് പറ്റിയ ഒരു ടൂൾ മൂപ്പരിവിടെ പ്രസന്റ് ചെയ്യും. ഡോക്ടർ നാസറിനെ സ്വാഗതം ചെയ്യണം. കേൾക്കാലേ? അതെ, കേൾക്കാം. എല്ലാവർക്കും ദൈവത്തിന്റെ ശാന്തിയും സമാധാനവും ഉണ്ടാവുമാറാട്ടെ. ആദ്യമായി ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ യൂത്ത് ഇന്ത്യയുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ അവസരം കിട്ടിയതിൽ വളരെ സന്തോഷനാണ്. നമുക്കറിയാം, നാം എല്ലാവരും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് പ്രവാസികൾ, പ്രത്യേകിച്ച് മലയാളികളൊക്കെ തന്നെ ഏറ്റവും ചുരുങ്ങിയത് സ്വന്തം വീട് നിർമ്മാണത്തിലെങ്കിലും നാം നേരിട്ട് ബന്ധപ്പെടാറുണ്ട്. ടെക്നോളജിയും പല കാര്യങ്ങളും വളരെയധികം പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും നമുക്ക് പരിഹരിച്ച് നിൽക്കാത്ത ചില കാര്യങ്ങൾ നമുക്കറിയാം. ഒന്ന്, നമ്മൾ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വീട് നിർമ്മിച്ചു കഴിയുമ്പോഴേക്കായിരിക്കും നാം മനസ്സിലാക്കുന്നത് ഇതാണ് എൻ്റെ വീട് എന്നുള്ളത്. അപ്പോൾ വീടുണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ് ആ വീട് എനിക്ക് തരുന്നത് എന്ന് ഒരു ഫീല് കിട്ടാനുള്ള ഒരു ഗ്യാപ്പ് തീർച്ചയായിട്ടും ഉണ്ട്. മറ്റൊന്ന്, മിക്ക ആളുകൾക്കും, ഞാനടക്കം ഫേസ് ചെയ്തൊരു കാര്യം, നമ്മൾ തുടക്കത്തിൽ ഈ പ്രോജക്റ്റിന് ഇത്ര കോസ്റ്റ് വരും, പക്ഷെ മിക്കവാറും നമ്മൾ വീടിന്റെ പാല് കാച്ചുമ്പോഴേക്കും നമ്മുടെ പോക്കറ്റ് കാലിയായിട്ടുണ്ടാവും. അതുപോലെ തന്നെ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പ്രവാസികൾ മാത്രമല്ല, നാട്ടിലും അങ്ങനെ തന്നെയാണ് കൂടുതലും, ആ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് മാനേജ് ചെയ്യുന്നത്, അതിലെ ഓരോ കാര്യങ്ങളും, ഡേ ടു ഡേ വർക്ക്, പ്രോഗ്രസ്, അതിൻ്റെ റിസോഴ്സ് മാനേജ്മെന്റ്, ഇങ്ങനത്തെ പല കാര്യങ്ങളിലും പ്രത്യേകിച്ച് പ്രവാസികൾക്ക് വലിയ ഡിസ്റ്റൻസ് ഉണ്ടാവാറുണ്ട്. എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായ ധാരണ ഉണ്ടാവണമെന്നില്ല. പലപ്പോഴും അതിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസ് കൃത്യമായിട്ട് പരിഹരിക്കാൻ പറ്റാറില്ല. ഇതുകൊണ്ട് തന്നെ എഞ്ചിനീയറും അല്ലെങ്കിൽ കോൺട്രാക്ടറും ക്ലയന്റും തമ്മിൽ പല രീതിയിലും ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്, പലതരത്തിലുള്ള ഗ്യാപ്പുകൾ ഉണ്ടാവാറുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു റിക്വയർമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് എല്ലാവരും കൂടിയിരുന്നു കൊണ്ട് ഒരു ചടങ്ങ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ തന്നെ നിങ്ങളെ മുന്നിൽ വെച്ച് ആ വെബ്സൈറ്റ് തുറക്കുകയാണ്. അതിന്റെ മുമ്പ് നമ്മളിവിടെ കഴിഞ്ഞ ഒരു 4 വർഷം മുമ്പ് നമ്മൾ തുടങ്ങിയ ഒരു സംവിധാനമായിരുന്നു, ഒരു കമ്പനിയായിരുന്നു റിംപെക്സ് എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്, എൻ്റെ സ്ക്രീൻ ഓക്കെ. റിംപെക്സ് നമ്മൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഇന്നോവേഷൻസും അതുമാതിരി പ്രോസസ് ഇൻ്റഗ്രേഷൻസ് ഈ ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട്
പലതരം സിസ്റ്റംസും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലെ പക്ഷേ ഈ സിസ്റ്റംസ് എല്ലാം തന്നെ റിലേറ്റീവ്ലി ബിഗർ പ്രൊജക്ട്സിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള മിക്ക കൺട്രീസിലും നമ്മുടെ ആപ്ലിക്കേഷൻസ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പ്രോഡക്റ്റിന്റെ പേര് കൺസിം, മീൻസ് CONSIM, കൺസ്ട്രക്ഷൻ സിംപ്ലിഫൈഡ്. ഇതെനിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സെഷനിലൂടെ ഈ പ്രൊഡക്റ്റ് എന്താണ്, ഇതിന്റെ ഫങ്ഷനാലിറ്റീസ് എന്താണ് എന്ന് കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ മുമ്പ് എനിക്ക് ഈ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. ഇതിന്റെ വെബ്സൈറ്റ് ഞാൻ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നു. Maybe you can remember myconsim.com. സാധാരണ രീതിയിൽ ഒരു പ്രൊഡക്റ്റ് ലോഞ്ചിങ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ലോഞ്ചിങ് ആണെങ്കിൽ പോലും എല്ലാവരും കൈയടിക്കാറുണ്ട്. ഇത് കൈയടിച്ചാൽ തന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുന്നില്ല. എന്നാലും ഒരു പിന്നെ അത് നമ്മുടെ പരിപാടിന്റെ ഇതിന് എല്ലാരും മ്യൂട്ടഡ് ആണ്, അപ്പം അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി. എനിവേ, അപ്പൊ ഞാൻ വൈകിയ സമയത്ത് ഞാൻ ഒരു ലെങ്തി ഇതൊന്നുമില്ല, ഞാൻ സ്ട്രൈറ്റ് അവേ എന്താണ് കൺസിം എന്നതിലേക്ക് പോകാം. കൺസ്ട്രക്ഷൻ സിംപ്ലിഫൈഡ്. ഇപ്പൊ ഞാൻ നേരത്തെ അതിന്റെ എന്താ പറയാ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞു. ഇതിന്റെ ഒരു 12 ഫങ്ഷനാലിറ്റീസ് ഞാൻ വളരെ ബ്രീഫായിട്ട് കാണിച്ചു തരാ അല്ലെങ്കിൽ പറയാ ചെയ്യുന്നത്. ആവറേജ് ഓരോന്നിനും ഓരോ മിനിറ്റ് എടുക്കുള്ളൂ. അപ്പൊ ഒരു 15 മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് കാണാം. ഇതിന്റെ എടുത്തു പറയാവുന്ന ഡിഫറൻസ്, മറ്റുള്ള പ്രൊഡക്റ്റിൽ നിന്നും എടുത്തു പറയാവുന്ന 1-2 ഡിഫറൻസ് പറയാം. ഒന്ന്, ഒരു പ്രോജക്റ്റിന്റെ വിഷ്വലൈസേഷൻ, 3D വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ വാക്ക് ത്രൂ. നമുക്കറിയാം ഇത് ചെയ്യാൻ അത്യാവശ്യം നല്ല പണിയുണ്ട്. നമുക്ക് 3 ഡയമെൻഷണൽ മോഡൽ ജനറേറ്റ് ചെയ്ത് അതിന്റെ സീനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടിട്ടുള്ള ധാരാളം സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. പക്ഷെ നമ്മുടെ ഈ കൺസിമിന്റെ പ്രത്യേകത സിംപ്ലിഫൈഡ് ആണ്. ദാറ്റ് മീൻസ് നിങ്ങൾ 3 ഡയമെൻഷണൽ മോഡൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നുള്ള. നിങ്ങളുടെ പ്രോജക്റ്റിന്റെ പ്ലാൻ മാത്രം മതി. പ്ലാനിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് 3 ഡയമെൻഷണൽ മോഡൽ ഡെവലപ്പ് ചെയ്തത് വരുന്നതാണ്. രണ്ടാമത്തെ പ്രത്യേകത, ഇത് ഒരു 3 ഡയമെൻഷണൽ വിഷ്വലൈസേഷൻ ടൂൾ അല്ല യഥാർത്ഥത്തില്. ഇതിന്റെ അകത്ത് കാണുന്ന അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിലുള്ള A to Z മെറ്റീരിയൽസ് ആണെങ്കിലും ഫിക്സേഴ്സ് ആണെങ്കിലും എവറിത്തിങ് അത് ഇൻഫർമേഷൻ ബേസ്ഡ് ആണ്. അതായത് അതിന്റെ ക്വാണ്ടിറ്റി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും, അതിന്റെ കോസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ളത്. പിന്നീട് അതിന് തുടങ്ങി പ്രോജക്റ്റിന്റെ ഷെഡ്യൂൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ പ്രോഗ്രസ് അപ്ഡേറ്റ് ചെയ്യുക, പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുക, ഇഷ്യൂ റിസോൾവ് ചെയ്യുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 12 ഫീച്ചേഴ്സ് ഒരു 12 മിനിറ്റ് കൊണ്ട് ഞാൻ ഓടിച്ചു പോകാം. ഇതിന്റെ ഫസ്റ്റ് ഫീച്ചർ വിഷ്വലൈസേഷൻ തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന വാൾ, ഡോറ്, വിൻഡോ, അതുമാതിരി ഇലക്ട്രിക്കൽ കോമ്പൗണ്ട് വാൾ, ടൈൽസ്, ഇതെല്ലാം തന്നെ 3D ജനറേറ്റ് ചെയ്യാം, വാക്ക് ത്രൂ ചെയ്യാം. എക്സ്റ്റീരിയർ ആണെങ്കിലും ഇന്റീരിയർ ആണെങ്കിലും നമുക്ക് നോക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇതിലെന്താണ് ഇത്ര പ്രത്യേകത എന്നുള്ളത്. പ്രത്യേകത ഇത് തന്നെ, 3D നിങ്ങൾ ഉണ്ടാക്കുന്നില്ല. നിങ്ങളുടെ CAD ഡ്രോയിങ്, 2 ഡയമെൻഷണൽ CAD ഡ്രോയിങ്ങിൽ നിന്ന് തന്നെ നേരിട്ട് ഇത് ഇന്റലിജന്റ് ആയതുകൊണ്ട് തന്നെ ജനറേറ്റ് ചെയ്ത് വരുന്ന എന്നുള്ള.
രണ്ടാമത്തത് എസ്റ്റിമേറ്റ്. ഓരോ വർക്കും ഓരോ ഐറ്റം, ഇപ്പോൾ വാൾ ആണെങ്കിലും സ്ലാബ് ആണെങ്കിലും ഓരോ വിൻഡോ, ഡോർ ഫ്രെയിം, എവറിത്തിങ്, ഈവൻ ടൈൽസ്, പെയിന്റിങ് വരെയുള്ള ഫിനിഷിംഗ് വർക്കുകളുടെ ഓരോ ഐറ്റവും എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ളത് വർക്കൗട്ട് ചെയ്യും. എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് വർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് അതിന് മാർക്കറ്റ് പ്രൈസിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഈ എസ്റ്റിമേറ്റ് തന്നെ പല ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രോജക്റ്റിന്റെ ബ്രീഫായിട്ട് നമുക്ക് കിട്ടാം, അല്ലെങ്കിൽ ഓരോ ഫ്ലോർ വൈസ് ആയിട്ട് കിട്ടാം, അല്ലെങ്കിൽ ഓരോ ഐറ്റം വൈസ് ആയിട്ട് കിട്ടാം. അടുത്ത ഒരു ഫീച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്റ്റിന്റെ ഷെഡ്യൂൾ. നമുക്കറിയാം നമ്മുടെ ഇവിടെ എല്ലാം വലിയ പ്രൊജക്റ്റുകളിൽ, ഇവിടെ വലിയ പ്രൊജക്റ്റിൽ, ചെറിയ പ്രൊജക്റ്റുകൾ പോലും നമുക്ക് വർക്കിന്റെ ഷെഡ്യൂൾ ഉണ്ടാവും. ഒരു പ്രൊജക്റ്റ് എത്ര ദിവസമാണ് അല്ലെങ്കിൽ എത്ര മാസമാണ് വർക്ക് ചെയ്യുന്നത് പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഇതിനനുസരിച്ചിട്ടുള്ള ഓരോ ആക്ടിവിറ്റി എന്ന് സ്റ്റാർട്ട് ചെയ്യണം, എന്ന് ഫിനിഷ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഷെഡ്യൂൾ. അപ്പോൾ ഇവിടെയും തന്നെ ഷെഡ്യൂൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സിസ്റ്റം തന്നെ നിങ്ങളുടെ പ്രൊജക്റ്റിന് ഷെഡ്യൂൾ ജനറേറ്റ് ചെയ്യും. ഈ ഷെഡ്യൂൾ ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കോസ്റ്റും റിസോഴ്സും എല്ലാം ലോഡ് ചെയ്തിട്ടുള്ള ഷെഡ്യൂൾ തന്നെ ആയിരിക്കും. മറ്റൊരു ഫീച്ചർ 4D സിമുലേഷൻ. 4D സിമുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസ്ട്രക്ഷന്റെ ഓരോ സ്റ്റേജ് ഈ ഡീറ്റെയിൽഡ് ഷെഡ്യൂളിനനുസരിച്ച് 3 ഡയമെൻഷനിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ ഓരോ ഡെയിലി പ്രോഗ്രസ് അല്ലെങ്കിൽ വീക്ക്ലി, മന്ത്ലി പ്രോഗ്രസ് എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കാണാം. മാത്രമല്ല പ്രൊജക്റ്റ് പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത്, ഈവൻ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് പോലും നിങ്ങൾക്ക് പാസ്റ്റ് ആയിട്ടുള്ള ഏതൊരു ഡേറ്റിലേക്ക് പോയി കഴിഞ്ഞാലും അന്ന് എന്തായിരുന്നു കൺസ്ട്രക്ഷന്റെ സ്റ്റാറ്റസ് എന്നുള്ളത് നിങ്ങൾക്ക് 3 ഡയമെൻഷനിലായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ ഒരു വാള് പകുതിയാണ് നിങ്ങൾ ജനുവരി 10-ാം തീയതി ചെയ്തെങ്കിൽ ആ ഡേറ്റിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് നിങ്ങൾക്ക് പ്രിന്റബിൾ 3D റിപ്പോർട്ട്സും അങ്ങനെയുള്ള വേറെയും സംവിധാനങ്ങൾ ഈ ഫംഗ്ഷനിലുണ്ട്. വേറെ ഒന്ന്, ഈ സിസ്റ്റത്തിന് നമുക്കൊരു പ്രൊജക്റ്റിലെ പ്രോഗ്രസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ മൊബൈൽ ആപ്ലിക്കേഷൻ സാധാരണ യൂസ് ചെയ്യുന്നത്, പ്രോഗ്രസ് അപ്ഡേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പ്രോജക്റ്റിലെ എഞ്ചിനീയർ അല്ലെങ്കിൽ സൈറ്റ് എഞ്ചിനീയറോ സൂപ്പർവൈസറോ ആയിരിക്കും. ഓരോ ദിവസത്തെ പ്രോഗ്രസ് അന്നന്ന് വൈകിട്ടോ അല്ലെങ്കിൽ ഏതൊക്കെ സമയത്തോ അപ്ഡേറ്റ് ചെയ്യാം. ഫോട്ടോഗ്രാഫായിട്ട് അപ്ഡേറ്റ് ചെയ്യാം, അതിന്റെ ആക്ടിവിറ്റിയുടെ പ്രോഗ്രസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ആ അപ്ഡേറ്റ് പ്രൊജക്റ്റിന്റെ അപ്ഡേറ്റഡ് ഷെഡ്യൂളിന്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയി വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 3D തന്നെ കാണാൻ പറ്റും പ്രൊജക്റ്റ് എവിടെ എത്തി, എവിടെ എത്തേണ്ടിയിരുന്നു, ഡിലേ ഉണ്ടെങ്കിലെല്ലാം തന്നെ അതിന്റെ ഒരു ഇൻഫർമേഷൻ അല്ലാതെ തന്നെ 3 ഡയമെൻഷനായിട്ട് തന്നെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, നമുക്കറിയാം ഒരു പ്രോജക്റ്റിന്റെ അകത്ത് വരുന്ന പലതരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള പലതരം ഡിസിഷൻ മേക്കിംഗ് വരാം, അല്ലെങ്കിൽ പലതരം ഇഷ്യൂസ് വരുമ്പോൾ റിസോൾവ് ചെയ്യുന്നതാവാം. ഇതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു കൊളാബറേഷൻ ടൂൾ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൊജക്റ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കോൺട്രാക്ടറുടെ റിക്വയർമെന്റ് ഇന്ന മെറ്റീരിയൽ ഇന്ന ദിവസത്തിന് എത്തണം. ഇപ്പോൾ ഫ്ലോറിംഗ് ടൈൽ ഇന്ന ദിവസത്തിൻ്റെ അകത്ത് എത്തിയില്ലെങ്കിൽ പ്രൊജക്റ്റ് ഡിലേ വന്നേക്കാം. അപ്പോൾ അതുമാതിരി സൈറ്റിൽ എന്തെങ്കിലും പ്രോബ്ലമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കൊരു ഇഷ്യൂ ആയിട്ട് റൈസ് ചെയ്യാം. അത് ക്ലയന്റോ കോൺട്രാക്ടറോ ഇവർക്ക് തമ്മിലൊരു വിസിബിൾ ആയിട്ട് അതിന്റെ ഡിസ്കഷൻസും കാര്യങ്ങളെല്ലാം ചെയ്തു പോകാം.
വേറെ ഒരു ഫങ്ഷനാലിറ്റി നമുക്ക് എടുത്തു പറയാവുന്നത് ഇന്റീരിയർ ഡിസൈൻ എന്ന് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിന് നമ്മൾ പറയുന്നില്ല. അതേ സമയത്ത് ഇന്റീരിയർ ഡിസൈൻ നിങ്ങൾക്ക് ചേഞ്ചസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള ഓരോ എലമെന്റ്സും നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് ചേഞ്ച് വരുത്തി നോക്കാം, അല്ലെങ്കിൽ മോഡൽ മാറ്റി നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻസ് ചേഞ്ച് നോക്കാം, അത് വിഷ്വലൈസ് ചെയ്യാം. ഓരോ കമ്പനിയുടെ ഓരോ ഫർണിച്ചറും കാര്യങ്ങളും മാറ്റുമ്പോൾ നിങ്ങളുടെ പ്രൊജക്റ്റിന്റെ അകത്ത് എങ്ങനെയാണ് കോസ്റ്റ് മാറുന്നതെന്ന് ചെക്ക് ചെയ്യാം. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു ഫങ്ഷനാലിറ്റി ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക്. നിങ്ങളുടെ പ്രൊജക്റ്റിൽ വരുന്ന ഓരോ റൂമിന്റെ അകത്തും നിങ്ങൾ ഇലക്ട്രിക്കൽ ലാമ്പ് ആയിക്കോട്ടെ, ഫാനോ, AC, ഏത് തരത്തിലുള്ള ഇലക്ട്രിക്കൽ ഡിവൈസുകളും നിങ്ങൾക്ക് നിങ്ങളുടേതായി ഉദ്ദേശിക്കുന്ന ലൊക്കേഷൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഡിസൈനർ ചെയ്തിട്ടുള്ള ലൊക്കേഷൻ ഉണ്ടായിരിക്കാം. ഇവിടെയൊക്കെ തന്നെ നിങ്ങൾക്കൊരു ലൊക്കേഷൻ കൊടുത്താൽ തന്നെ ഇതിന്റെ വയറിംഗ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യും. ഡാഷ്ബോർഡ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്ന് ഓരോ വയറിംഗ് ലൊക്കേഷനിലേക്കുള്ള വയറിംഗ് ഒപ്റ്റിമം രീതിയിൽ അതിന്റെ റൂട്ട് കണ്ടുപിടിച്ച് അതിന്റെ കോസ്റ്റിങ്ങും അതിന്റെ ക്വാണ്ടിറ്റിയും വർക്കൗട്ട് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഓരോ ഫിക്ചേഴ്സും തന്നെ നിങ്ങൾക്ക് ഓരോ കമ്പനിയുടെ മോഡലും കാര്യങ്ങളും മാറ്റി നോക്കാം. ഇത് തന്നെ സെയിം തന്നെ നമുക്ക് സാനിറ്ററി പ്ലംബിംഗിൽ വരുന്നുണ്ട്. പ്ലംബിംഗ്, സാനിറ്ററി വെയർ, നിങ്ങളൊരു വാഷ് ബേസിൻ ആയിക്കോട്ടെ, ഒരു ബാത്ത് ടബ് ആയിക്കോട്ടെ, ഇതെല്ലാം നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാം. അത് തമ്മിലുള്ള പൈപ്പ് കണക്ഷൻ, വാട്ടർ ടാങ്കിൽ നിന്നുള്ള കണക്ഷൻസ്, ഇതെല്ലാം സിസ്റ്റം തന്നെ റൂട്ട് ചെയ്ത് അതിന്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യും. വേറെ ഒരു സബ്ജക്റ്റ്, നേരത്തെ പ്രസന്റ് ചെയ്ത സബ്ജക്റ്റുമായി അടുത്ത് ബന്ധമുള്ളൊരു ഫങ്ഷനാലിറ്റിയാണ് സസ്റ്റൈനബിലിറ്റി ചെക്ക്. ഈ സസ്റ്റൈനബിലിറ്റി ചെക്ക് പക്ഷേ നമ്മൾ ലീഡ് സിസ്റ്റവുമായി, ലീഡ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെക്ക് ചെയ്യാൻ പറ്റും. ഈ ചെക്കിൽ ബേസിക്കലി ഇത് ഓട്ടോമാറ്റിക്കലി ഫുള്ളി ഓട്ടോമേറ്റഡ് അല്ല. കുറേ ക്വസ്റ്റ്യനെയർ ആയിരിക്കും, കുറേ ഡാറ്റ നിങ്ങൾ ഫീഡ് ചെയ്യേണ്ടി വരും. പിന്നെ ചില ഡാറ്റ എല്ലാം ഓട്ടോമാറ്റിക്കലി വരും. ഫോർ എക്സാമ്പിൾ പലതരം ഏരിയ, പാർക്കിംഗ് ഏരിയ, അതുമാതിരി അങ്ങനെയുള്ള ചില ഡാറ്റകളെല്ലാം പ്രൊജക്റ്റിൽ നിന്ന് വരും. പിന്നെ കുറേ ഡാറ്റ ഫീഡ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ അകത്ത് 6 മെയിൻ സെക്ഷനാണ് ഉള്ളത്. ലീഡ് സിസ്റ്റം അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ വീട് ആസ് പെർ ദ ലീഡ് സ്റ്റാൻഡേർഡ്സ് ഏത് ലെവലിലാണ് നിൽക്കുന്നത്, സിൽവർ സർട്ടിഫൈഡ് ഈക്വലന്റ് ആണോ, ഗോൾഡിനാണോ, പ്ലാറ്റിനം ആണോ എന്താണുള്ളത്. പിന്നെ അത് നെക്സ്റ്റ് ലെവലിലേക്ക് വരാൻ എന്തെല്ലാം സജഷൻസ് കൊടുക്കാൻ. മറ്റൊന്ന്, നിങ്ങൾക്ക് വീട് ചെയ്യുമ്പോൾ വീട്ടിന് പുറത്തുള്ള ലാൻഡ്സ്കേപ്പ്, നിങ്ങൾക്ക് ഗാർഡൻ, ട്രീസ്, പ്ലാന്റ്സ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ കോമ്പൗണ്ട് വാൾ, അതിന്റെ ഡിസൈൻ, അല്ലെങ്കിൽ ഇന്റർലോക്ക് ടൈൽ, ഈവൻ സ്വിമ്മിംഗ് പൂൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലേഔട്ടെല്ലാം മാറ്റി നോക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മിക്കവാറും ഇതിൽ നമ്മുടേതായിട്ടുള്ള ടേസ്റ്റ് വേണ്ടി വരും. അപ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് നോക്കാം, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടൈൽസ് ചെയ്ത് നോക്കാം. എങ്ങനെയാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഫൈനലൈസ് ചെയ്യാം. ദെൻ ദ ലാസ്റ്റ് 12 പോയിന്റ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. 12ാമത്തെ പോയിന്റ്, നിങ്ങളുടെ ബിൽഡിംഗ് ആസ് പെർ ബിൽഡിംഗ് റൂൾ, കേരള ബിൽഡിംഗ് റൂൾ 2020 പ്രകാരം ഓക്കെ ആണോ അല്ലേ എന്നുള്ളത് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി തന്നെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് റിപ്പോർട്ട് തരും. അത് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വേറെ നിങ്ങളെ ഇൻപുട്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കേരള ബിൽഡിംഗ് റൂൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. കേരളത്തിൽ മാത്രമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരള ബിൽഡിംഗ് റൂളിന്റെ എല്ലാ തരത്തിലുള്ള മേജർ ചെക്കിങ്ങും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് പ്രത്യേക ഡാറ്റ നിങ്ങൾ ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പ്രോജക്റ്റ് ഈ കൺസ്യൂമിന്റെ അകത്ത് ഇട്ട് 3D ഡെവലപ്പ് ചെയ്യാൻ തന്നെ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത്. ഞാൻ ഇത്രയും
പറഞ്ഞ ഇത്രയാണ് ഇതിന്റെ ഫങ്ഷനാലിറ്റീസ്. ഈ ഫങ്ഷനാലിറ്റീസിൽ 2-3 ഫങ്ഷനാലിറ്റീസ് നമ്മൾ ജനുവരിയിലാണ് റിലീസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞു ഈ പ്ലാറ്റ്ഫോമിലൂടെ. അപ്പം ഇതിന്റെ ഇത് കംപ്ലീറ്റ്ലി ക്ലൗഡ് ബേസ്ഡ് ആണ്, കംപ്ലീറ്റ്ലി ഓൺലൈൻ സിസ്റ്റമാണ്. അതുമാതിരി ഇതിനൊരു മൊബൈൽ ആപ്പ് ഉണ്ട്, കൺസ്യൂം മൊബൈൽ ആപ്പ് ഉണ്ട്. ആൻഡ്രോയിഡിലും iOS-ലും വർക്ക് ചെയ്യും. നിങ്ങൾക്ക് സാധാരണ മൊബൈലിലും നിങ്ങൾക്ക് ഇതിനെ ഈവൻ 3D-യിലും നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയും. ഞാൻ ഇതിന്റെ ഒരു 5 മിനിറ്റ് നേരം ഈ സോഫ്റ്റ്വെയറിലൂടെ ഒന്ന് ഓടിച്ചു പോവാം. ഇപ്പൊ ഞാനിവിടെ ഒരു പ്രോജക്റ്റ് തുറന്നു വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഇന്റർഫേസ്. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ ഇതിലൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇങ്ങനെ 3D-യിൽ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിപ്പോ വലിയ പ്രത്യേകത ഒന്നുമില്ല. ഇതെല്ലാം പല സോഫ്റ്റ്വെയറിലും ചെയ്യുന്നതാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത ഇത് ഈ 3D നമ്മൾ ഉണ്ടാക്കിയതല്ല എന്നുള്ളതാണ്. ഇതിന് 3Dക്ക് കൊടുത്തിട്ടുള്ള ഇൻപുട്ട് ഇത് മാത്രമാണ്. ഒരു 2-ഡയമെൻഷണൽ ഡ്രോയിങ്, ഓട്ടോകാഡിലെ ഒരു 2-ഡയമെൻഷണൽ ഡ്രോയിങ് ആണിത്. ഈവൻ ഇതിന്റെ വരുന്ന ഒരു ട്രീ എന്ന് പറയുന്നത്, ഇവിടെ നോക്കൂ, ഇവിടെ ഒരു റെക്ടാങ്കിൾ വരച്ച് പോണ്ട് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇവിടെ ഒരു ഇന്റർലോക്ക് ടൈൽ എന്ന് എഴുതിയിട്ടുള്ളൂ. ഇവിടെ ലോൺ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ട്രീസ് എല്ലാം നിങ്ങൾക്ക് ചുമ്മാ സർക്കിൾസ് വരച്ചാൽ മതി. സർക്കിൾസ് വരച്ച് അവിടെ നിങ്ങൾക്ക് തോന്നുന്ന ഭാഷയിൽ എഴുതാം. അപ്പൊ ഇവിടെ കോക്കനട്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ കോക്കനട്ട് ട്രീ വരുന്നു. ഇനി അതല്ല, അവിടെ നിങ്ങൾ തേങ്ങാമരം എന്ന് എഴുതി കഴിഞ്ഞാലും അവിടെ കോക്കനട്ട് ട്രീ വരും. പാം, നിങ്ങൾക്ക് തോന്നുന്ന ഭാഷ, അതാണ് ഇപ്പോഴത്തെ ഒരു ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഈ സർക്കിളിന്റെ റേഡിയസ് ആയിരിക്കും അതിന്റെ സൈസ്, പ്രൊപ്പോർഷണലി അതിന്റെ ഹൈറ്റ് വരും. അപ്പൊ ഇവിടെ ഞാനിവിടെ പാം, മാംഗോ, ബനാന എന്നെല്ലാം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇത് കണ്ടോ, ഈ ബനാന ട്രീ, അതുമാതിരി പാം ട്രീ ഇതെല്ലാം വന്നത്. ഇത് ഞാൻ ചെറിയൊരു ഇതിന് വേണ്ടി ഫുൾ സ്ക്രീനിലേക്ക് മാറ്റാം. അപ്പോ വീഡിയോ ഇവിടെ കാണുന്നുണ്ട്. ഈവൻ നിങ്ങൾക്ക് ഇതിന്റെ സ്വിമ്മിംഗ് പൂൾ, ഇതിന്റെ എഫക്റ്റ് വരെ നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതിന്റെ എന്തെങ്കിലും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. ഞാനിപ്പോ ഇതിന്റെ ഒരു കോമ്പൗണ്ട് വാളിന്റെ ഈ എന്താ പറയാ, ഇത് ഞാൻ വേറൊരു സ്റ്റൈലിലേക്ക് മാറ്റി നോക്കാം. ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നു. അപ്പോ സെക്കൻഡുകൾക്കകം തന്നെ ആ ടോട്ടൽ കോമ്പൗണ്ട് വാളിന്റെ ഡിസൈൻ മെറ്റീരിയൽ മാറി. മെറ്റീരിയൽ മാറുക എന്ന് പറയുമ്പോൾ മെറ്റീരിയലിന്റെ പ്രൈസും ക്വാണ്ടിറ്റി എല്ലാം മാറിയിട്ടുണ്ടാവും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇന്റീരിയറിലേക്ക് പോകാം. ഇന്റീരിയറിൽ പോകുമ്പോൾ ഈവൻ നിങ്ങൾക്ക് ഇന്റീരിയർ, ഈ റൂമിന്റെ അകത്തൊരു TV ഓൺ ആയി കിടക്കുന്നുണ്ട്. ഈവൻ ടിവിയുടെ അടുത്തേക്ക് പോകുമ്പോൾ അത് കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും. അത് ദൂരത്തേക്ക് പോകുമ്പോൾ അതിന്റെ വോളിയം ഓട്ടോമാറ്റിക്കലി ഓഫ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെയും നിങ്ങൾക്ക് എന്താണ് ഫർണിച്ചർ വേണ്ടത് ഇൻസെർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലോർ, വാൾ, ടൈൽ ഇതെല്ലാം നിങ്ങൾക്ക് മാറ്റി നോക്കാം. ഈ കാണുന്ന സുലു മിനി മാർട്ടിന്റെ ഉടമ ദസ്തഗീർ എന്ന പ്രവാസിയുടെ കഥ പറയാനാണ്.
10-16 വർഷമായിട്ട് ഇവിടെ റാസൽ ഖൈമയിലൊരു മിനി മാർട്ട് നടത്തുന്ന ഒരാൾ. ഞാൻ അതിന്റെ തൊട്ട് ബാക്കിലെ ബെഡ്റൂമിലേക്ക് പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈവൻ സൗണ്ട് വരെ അറിയാൻ പറ്റും. ഞാൻ ഇതിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ബെഡ്റൂമിലാണെങ്കിലും ലാൽ ജോസും ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറവും റാസൽ ഖൈമയിൽ ആ പുതിയ സിനിമയുടെ ലൊക്കേഷനിലാണ് നമ്മളുള്ളത്. തൊട്ടടുത്ത് വിശേഷങ്ങൾ കാണാം. പിന്നെ ഇതുണ്ടായതുകൊണ്ട് നമുക്ക് അതിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. എനിവേ, എക്സ്റ്റീരിയർ, ഇന്റീരിയർ, അതുമാതിരി നമുക്ക് സെക്ഷൻ, പ്ലാൻ, ഇതെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ നമ്മളൊരു പ്രൊഡക്റ്റ് ലോഞ്ചിങ് ആയതുകൊണ്ട് ഞാൻ ഇതിന്റെ കൂടുതൽ ഫങ്ഷനാലിറ്റീസിലേക്ക് പോകുന്നില്ല. ഞാൻ ഇതിന്റെ ഒരു സമ്മറി പറയുന്നത്, നമുക്ക് വേണമെങ്കിൽ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആവാം. ഇതിൽ ഞാൻ നേരത്തെ നമ്മുടെ വെബ്സൈറ്റിൽ കാണിച്ച പോലെ ഇത് നമ്മൾ കൺസ്ട്രക്ഷൻ പ്രോസസ്സ് നമ്മൾ മൊത്തത്തിൽ സിംപ്ലിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. ഡ്രോയിങ്സ് ഓട്ടോമാറ്റിക്കലി 3D നമ്മൾ കൊണ്ടുവരികയും കൺസ്ട്രക്ഷന്റെ ഷെഡ്യൂൾ, പ്രോജക്റ്റ് ഷെഡ്യൂൾ ഇവിടെ നമുക്ക് കാണാം. കൺസ്ട്രക്ഷൻ പ്രോസസ്സിന്റെ കംപ്ലീറ്റ്, ഈ പ്രോജക്റ്റിന്റെ കംപ്ലീറ്റ് ഷെഡ്യൂൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടിയിട്ടുണ്ട്. ഈവൻ നമുക്ക് അതിന് 4D ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് BOQ എസ്റ്റിമേറ്റ്സ്, ഒരു ഡീറ്റെയിൽഡ് BOQ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓരോ എലമെന്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസും അതിന്റെ എസ്റ്റിമേറ്റും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി 1-2 സെക്കൻഡ് എടുക്കും. ഓരോ ഐറ്റത്തിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, കേരള ബിൽഡിംഗ് റൂൾ പ്രകാരം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഏതാണ് ടൈപ്പ്. ഇത്ര മാത്രം കൊടുക്കാനേ ഉള്ളൂ. ജസ്റ്റ് ക്ലിക്ക് ഓഫ് എ ബട്ടൺ, ഇതിന്റെ ചെക്കിംഗ് കഴിഞ്ഞു, റിപ്പോർട്ട് വന്നു. സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് ഓക്കെ അല്ല, കവറേജ് ഓക്കെ ആണ്, ഫ്ലോർ ഏരിയ റേഷ്യോ ഓക്കെ ആണ്, ആക്സസ് വിഡ്ത്ത് ഓക്കെ ആണ്, പാർക്കിംഗ് വിഡ്ത്ത് ഓക്കെ ആണ്, ഇങ്ങനെയുള്ളതെല്ലാം. അപ്പൊ ഇവിടെ നമുക്ക് സെറ്റ് ബാക്ക് ഓക്കെ അല്ല എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സെറ്റ് ബാക്കിന്റെ ടാബിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡ്രോയിങ് നമുക്ക് കാണാൻ പറ്റും. സെറ്റ് ബാക്ക് ഇവിടെ 1.35 മീറ്ററേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തില് നമുക്ക് കേരള ബിൽഡിംഗ് റൂൾ പ്രകാരം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടായിരിക്കും നമുക്ക് അപ്രൂവൽ കിട്ടുന്നത്. ഈവൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ ഇതിന്റെ എല്ലാവിധം ചെക്കിങ്ങും നമുക്ക് തന്നെ ചെയ്യാൻ കഴിയും. ഇങ്ങനെയുള്ള കുറെ ഫങ്ഷനാലിറ്റീസ് ആണ് നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ സിംപ്ലിഫൈഡ് കൺസിം എന്ന ഈ സിസ്റ്റത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു ഡിസ്കഷൻ ആവാം. നിങ്ങളുടെ പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഡിസ്കസ്. ഡോക്ടർ നാസർ, ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു വേദിയിൽ ഈ സാധനം, ഈ ഒരു സിസ്റ്റത്തെ, ഈ ഒരു സോഫ്റ്റ്വെയർ ഔട്ട് ചെയ്തതിന്. പിന്നെ വളരെ കൗതുകത്തോടെയും വളരെ ആശ്ചര്യത്തോടെയൊക്കെ ഇത് കാണാണ്. പിന്നെ നമ്മുടെ ഈ സെഷന്റെ ക്വസ്റ്റ്യൻ ആൻസർ അല്ലെങ്കിൽ ഒരു ഇന്ററാക്റ്റീവ് സെഷന് നമ്മുടെ പഴയ ഫോർമാറ്റിൽ തന്നെ മുന്നോട്ട് പോവാം. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് വരാം, അല്ലെങ്കിൽ കൈ പൊക്കി കഴിഞ്ഞാൽ അൺമ്യൂട്ട് ചെയ്യാം. നാസർ ഭായ്, ഇതിന്റെ നമ്മുടെ
ഇതില്ലേ കോസ്റ്റിംഗ് എങ്ങനെയാണ്? ഇതിന്റെ മെമ്പർഷിപ്പ് ആണോ? എങ്ങനെയാണത്? ഇത് നമ്മൾ സബ്സ്ക്രിപ്ഷൻ രീതിയിലാണ്. അതായത് ഒരു പ്രോജക്റ്റ് സബ്സ്ക്രിപ്ഷൻ ആണ്. ഒരു പ്രോജക്റ്റിന് ഒരു ചാർജാണ്. ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ അഫോർഡബിൾ ആയിരിക്കും. എന്ന് പറഞ്ഞത് നമ്മൾ ഇതിന് വലിയ ചാർജ് ചെയ്തിട്ട് ഉള്ള രീതിയല്ല, കൂടുതൽ ആളുകൾക്ക് ഇത് ഉപയോഗമാകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഏരിയയും ഇതിനൊക്കെ അനുസരിച്ച് ഒരു ചെറിയ ചാർജിങ് ആണ്. അപ്പൊ അതിന് എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോജക്റ്റിന്റെ ഡ്രോയിങ് നമുക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറഞ്ഞു തരും എത്ര വരുന്നില്ല. അതുപോലെ വേറൊരു കാര്യം, ഇതിപ്പം രണ്ട് സൈഡിലും ഇതിന്റെ ടെക് സപ്പോർട്ട് അല്ല, എന്താ പറയുന്നത്, ഇതിന്റെ യൂസർ ഇന്റർഫേസിന്റെ ഒരു നോഹ ഉണ്ടാവേണ്ടി വരുമല്ലോ. അപ്പൊ അതിനുള്ള ഒരു ട്രെയിനിങ്ങോ അല്ലെ അതിനുള്ള ട്യൂട്ടോറിയൽസ്? ഓക്കെ, ഇതിലിപ്പോ നമ്മള് ഡെഫിനറ്റ്ലി ചില കാര്യങ്ങൾക്ക് ട്രെയിനിങ് വേണ്ടി വരും. അത് അത്ര വലിയ ട്രെയിനിങ് ഒന്നുമല്ല. പിന്നെ ചില ഇന്റർഫേസുകൾക്ക് ട്രെയിനിങ് ആവശ്യമില്ല. കാരണം കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നാവിഗേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഇന്റർഫേസ് ചെയ്യുന്നത്. ആ ട്രെയിനിങ് നമുക്ക് പിന്നെ വെബ്സൈറ്റിന്റെ അകത്ത് തന്നെ നമ്മൾ യൂട്യൂബ് വീഡിയോ ട്രെയിനിങ് ആയിട്ടുണ്ടാവും. ഇല്ലാത്തത് നമുക്ക് നേരിട്ട് തന്നെ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ഇതിന്റെ ലോഞ്ച് ഒരു മെയിൻ ഇവന്റ് വരുന്നുണ്ട് അല്ലെ? എനിക്ക് തോന്നുന്നു ഇത് കൂടുതൽ നമ്മൾ ഇവിടെ നിന്നുണ്ടാകുന്ന പ്രവാസികൾക്ക് ക്ലയൻസ് ആയിട്ടുള്ള സൈഡിൽ നിന്നുള്ള ഒരു ഇതും, അത് കൂടാതെ ഒരു കോൺട്രാക്ടേഴ്സ് ഇതൊക്കെ ഉണ്ടാവും തോന്നുന്നു. ഒരു കോൺട്രാക്ടേഴ്സിന്റെ, കൺസൾട്ടൻസിന്റെ, ഒരു എഞ്ചിനീയേഴ്സിന്റെ സൈഡിൽ നിന്ന് വേണ്ടിയിട്ടുള്ള ഒരു ലോഞ്ചിങ് നെക്സ്റ്റ് മന്ത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നാട്ടില്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് എല്ലാവർക്കും യൂസ്, അതായത് ക്ലയന്റിനും കൺസൾട്ടന്റിനും കോൺട്രാക്ടർക്കും എല്ലാവർക്കും യൂസ് ആയിട്ടുള്ള എലമെന്റ്സുകളുണ്ട്. ഇപ്പൊ കൺസൾട്ടന്റിനെ സംബന്ധിച്ചോളം അവരുടെ പ്രോസസ്സുകൾ എളുപ്പമാക്കും. പിന്നെ ക്ലയന്റിനെ സംബന്ധിച്ചോളം അവരുടെ പ്രൊജക്ട് എന്താണെന്ന് മനസ്സിലാക്കാനും ആ പ്രൊജക്ടിന്റെ പ്രോഗ്രസിന്റെ കൂടെ തന്നെ ഉള്ള ഇഷ്യൂസും കാര്യങ്ങളും അവർക്ക് നേരിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അധികം ഡിലേ ഇല്ലാതെ അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ കോസ്റ്റും അതുമാതിരി ഓരോ മാസത്തിൽ വരുന്ന ഫണ്ട്, അതിന്റെ ക്യാഷ് ഫ്ലോ എങ്ങനെയായിരിക്കും, അതിന് വരുന്ന ചേഞ്ചസ് എന്തായിരിക്കും, പ്രൊജക്ട് ഡിലേ വരുന്നതും അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാനും മാനേജ് ചെയ്യാനും പറ്റുന്നതാണ്. ഒരു ചെറിയ കാര്യമാണ്, അതൊരു ലേമൻ എന്താ പറയാ, യൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും എന്നാ പറയണത് അല്ലേ? അപ്പൊ അതില് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിലേറെ മെറ്റീരിയൽസ് വരുന്നുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഒക്കെ ഒരു പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാല് പ്രൊജക്ഷൻ എന്നൊക്കെ പറയുന്നത് സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക് ആയി ചെയ്യുന്നത് തന്നെ ആയിരിക്കുമോ? അല്ല നമ്മൾ കൊടുക്കുന്ന ഒരു ഫിഗർ വെച്ചിട്ട് ആണോ അത് കാര്യങ്ങള് കാൽക്കുലേഷൻ നടത്തുക? അങ്ങനെ അതിന്റെ ഒക്കെ ഒരു സംഗതി എങ്ങനെ ആയിരിക്കും? പാറ്റേൺസും ഓപ്ഷൻസും ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാനൊക്കെ ഇതിന് അവൈലബിൾ ആയിരിക്കുമോ? ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചെറിയ ബ്രേക്ക് ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. അതായത് ഇതിന്റെ പിന്നെ മെറ്റീരിയൽസും പാറ്റേൺസും കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ ഇതിന്റെ അകത്ത് ലൈബ്രറി ഉണ്ടാവും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഓരോ കമ്പനികളുടെ മെറ്റീരിയൽസും ഫിക്സേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. മാത്രമല്ല ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു ക്ലൗഡ് ബേസ്ഡ് ആണ്, ഒരു ക്രൗഡ് സോഴ്സിങ് കൂടെയാണ്. അതായത് നമ്മളൊരു കമ്പനിയുടെ ഒരു വാഷ് ബേസിൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു ക്ലയന്റ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കാം. അത് അയാളുടെ സീക്രട്ട് അല്ലല്ലോ യഥാർത്ഥത്തില്, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണല്ലോ. അപ്പൊ അതിന് നമുക്ക് മറ്റുള്ളവർക്കും കൂടെ ആക്സസ് കൊടുക്കാൻ പറ്റും. അതായത് ഇറ്റ് വിൽ ഗ്രോ ഇറ്റ് സെൽഫ്. ഓരോ പ്രൊജക്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ തന്നെ ഡാറ്റയും ഇതെല്ലാം കൂടി മറ്റുള്ളവർക്കും കൂടുതൽ യൂസ് ചെയ്യും. ഇപ്പൊ ഗൂഗിളൊക്കെ ചെയ്യുന്ന കോൺസെപ്റ്റ് തന്നെ ഇൻഫർമേഷൻ ഒരു പ്രൊജക്റ്റില്, അതെ. അതേ സമയത്ത് പ്രൊജക്ടിന്റെ കോൺഫിഡൻഷ്യൽ ഡാറ്റ പോകുന്നില്ല, അത് അവർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇപ്പൊ പ്രൊജക്ട് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന റേറ്റ് കാര്യങ്ങളെല്ലാം അവർക്ക് തന്നെ പോകുന്നുള്ളൂ. പക്ഷെ അതേ സമയത്ത് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റോ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും കിട്ടും.
പിന്നെ ഓക്കെ ഓക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൈവറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. താങ്ക് യു. വേറെ ചോദ്യങ്ങളൊന്നും വന്നില്ല ഡോക്ടർ നാസറെ. പിന്നെ ജസ്റ്റ് ഒരു കാര്യം കൂടി, ഇത് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കോണ്ടാക്ട് ചെയ്യാൻ ഈ വെബ്സൈറ്റ് നമ്മള് പിന്നെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ. ഓക്കെ ഓക്കെ. പിന്നെ ഇത് ഒരു നല്ലൊരു സക്സസ് ആകട്ടെ എന്നുള്ള പ്രാർത്ഥിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ ഒരു വേദിയിൽ നേരത്തെ പറഞ്ഞ ഈ ഒരു വേദിയിൽ ഇതിനങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആവാൻ പറ്റിയത് നമുക്ക് നല്ലൊരു സന്തോഷം.